എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെയിംസ് കുട്ടി തോമസ്, റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ്. ഇന്നത്തെ വീഡിയോയിൽ വിഷയം 33 kVയിൽ നിന്ന് അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യവേ ഒരു KSEB ജീവനക്കാരൻ പൊള്ളലേറ്റ് ആശുപത്രിയിലായി, തുടർന്ന് അദ്ദേഹം മരിച്ചു. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ ഈ ചാനലിൽ ഈ വൈദ്യുതി സുരക്ഷ സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇതുപോലെയൊക്കെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അത് വാർത്ത കാണുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ചിന്ത വരും, ഓരോ അപകടങ്ങൾ ഇങ്ങനെ കൂടുന്നുണ്ടല്ലോ, ഇത് നാളെ വീണ്ടും ആവർത്തിക്കരുത് എന്നുള്ളൊരു ചിന്ത വന്നിട്ട് നമുക്ക് പബ്ലിക്കിന് വേണ്ടി എന്തെങ്കിലും പറയേണ്ട ഒരു സാഹചര്യം ആ സംഭവത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് പറയുവാനായിട്ടുള്ള ഒരു വാഞ്ച വരികയും മാക്സിമം ഡേറ്റ കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഇതൊരിക്കലും KSEBയെയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളെ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി ഒന്നുമല്ല എൻ്റെ ഈ സംസാരങ്ങൾ വരുന്നത്. ഒരു ബോധവൽക്കരണം അത്രമാത്രം. സാധാരണ രീതിയിൽ ഒരപകടം ഞാൻ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ വ്യക്തികളെ ഒന്നും ഞാൻ എടുത്ത് സംസാരിക്കാറുമില്ല. അവരുടെ ഡെസിഗ്നേഷൻ വെച്ച് പറയും. ഇൻ കേസിൽ എനിക്ക് വ്യക്തികളെ അറിയാമെങ്കിൽ പോലും ഞാനത് പറയത്തില്ല. അങ്ങനെ വളരെ കെയർഫുള്ളായിട്ടാണ് ഞാൻ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. ഇൻ കേസിൽ കഴിഞ്ഞ വീഡിയോകളിൽ ആർക്കെങ്കിലും അങ്ങനെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമുക്ക് ഈ വിഷയത്തിൽ കിട്ടിയൊരു വാർത്ത, നവംബർ 1 വന്ന ഈ വാർത്തയിൽ ഇങ്ങനെ പാലക്കാട് ജില്ലയിൽ കൊട്ടക്കുറിശി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് ഒരു അപകടം നടന്നതുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നു. മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയുടെ കട്ടിങ്ങാണിത്. അതിൻ്റെ ഒരു പിക്ചറും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നവംബർ 1 ഇദ്ദേഹം അപകടത്തിൽപ്പെടുകയും ഇദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റി അവസാനമായിട്ട് എറണാകുളം ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്കാണ് ഇദ്ദേഹത്തിനെ എത്തിച്ചത്. അവിടെ വെച്ചാണ് 2 ദിവസം മുമ്പ് ഇദ്ദേഹം മരണപ്പെട്ടത്. നമുക്ക് ഈ സംഭവത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ജനങ്ങൾക്കും ഒപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലൈൻമാൻ അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലിക്കാരും അറിയുവാൻ വേണ്ടിയുള്ള ചില വിവരങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ 33 kV ലൈൻ കടന്നു പോകുന്ന ട്രാൻസ്ഫോമറിൽ പണിയെടുക്കുന്ന KSEB ജീവനക്കാരന് ഷോക്കേറ്റു എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയല്ല സംഭവം. അവിടെ ട്രാൻസ്ഫോമർ ഒന്നുമില്ല. ഞാനത് വിശദീകരിക്കാം. പിന്നെ ലൈൻമാൻ ശ്രീ കൃഷ്ണദാസിനാണ് അപകടം നടന്നതെന്ന് പറഞ്ഞു. ചില പത്രങ്ങളിൽ ഇത് ഓവർസിയർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അർത്ഥബോധാവസ്ഥയിൽ ലൈനിൽ അരമണിക്കൂറോളം തലകീഴായി കുടുങ്ങിക്കിടന്ന കൃഷ്ണദാസ്, ഇവിടെ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാം, തലകീഴായിട്ട് കുടുങ്ങി കിടക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇത് കൊല്ലങ്കോട് 110 kV സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്ന 33 kV ലൈൻ, അത് നെല്ലിയാമ്പതി 33 kV സബ്സ്റ്റേഷനിലേക്ക് പോകുന്ന ലൈനാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാട്ടിന് ഉള്ളിലൂടെ, ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് പോകുന്നത്. ഈ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലൈനിലേക്ക് വൈദ്യുതി കടന്നു പോവുകയായിരുന്നു. അങ്ങനെ ഷോക്കടിച്ചു. ഉടൻ തന്നെ സപ്ലൈ വിച്ഛേദിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ ഇടത് ഭാഗം കത്തി എന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിൽ ഒരുപാട് വ്യക്തതക്കുറവുണ്ട്. കാരണം ഞാൻ ഈ വാർത്ത ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടും ഈ അപകടം എന്താണെന്ന് കറക്റ്റായിട്ട് എങ്ങനെ നടന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. ഇതിനകത്ത് മകൻ താഴെ നിൽപ്പുണ്ട്, മകൻ്റെ ബൈക്കിലാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ അപകടത്തെ പറ്റിയൊക്കെ കുറച്ച് തിരക്കി അറിഞ്ഞ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയായാലും നമുക്കൊരു ജീവൻ കൂടി നമുക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇവിടുത്തെ ലൈൻ ഈ 33 kV ലൈനാണ്. ഇത് കൊല്ലങ്കോട് 110 kV സബ്സ്റ്റേഷനിൽ വരുന്ന 33 kV ലൈൻ നെല്ലിയാമ്പതി സബ്സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇതിനിടയ്ക്ക് ഈ ഭാഗം, കുറച്ച് ഭാഗം ഇവിടെ ഫോറസ്റ്റിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ ലൈനിലൊരു ഫോൾട്ട് വന്നിട്ട് അത് ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല. അങ്ങനെ അവർ ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെയിൻ്റനൻസ് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ സംഭവ ദിവസം നവംബർ 1 രാവിലെ ഇദ്ദേഹം വീട്ടിൽ നിന്ന് മകനുമായിട്ട് ഈ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സാധാരണ ഈ ഒരു HT ലൈനിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ സൂപ്പർവിഷൻ ഉണ്ട്.
മാത്രമല്ല ഈ സപ്ലൈ മുൻകൂട്ടി ഓഫ് ചെയ്യണം. മുൻകൂട്ടി ഓഫ് ചെയ്യുന്നതിന് നമ്മൾ പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പെർമിറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ സപ്ലൈ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ 110 kV സബ്സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നും പെർമിറ്റ് എടുക്കുകയും വേണം. അതുകൂടാതെ ഇവിടെ നിന്ന് ഈ 33 kV സബ്സ്റ്റേഷനിൽ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും ഒരു ഫീഡർ അവിടെ വന്ന് സപ്ലൈ ഈ ലൈനിലേക്ക് ഓണാക്കി കൊടുക്കുവാനുള്ള സാധ്യത വരും. അതായത് ഇവർ ജോലി ചെയ്യുമ്പോൾ ഈ സബ്സ്റ്റേഷനിൽ നിന്നും ഒരു നോൺ ബാക്ക് ഫീഡിങ് സർട്ടിഫിക്കറ്റും കൂടി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പ്രൊസീജിയറുണ്ട് ഇതിനകത്ത്. എനിവേ ഇവിടെ നടന്നത് ഈ സബ് എഞ്ചിനീയർ ഇവിടെ നിന്ന് ഈ പറഞ്ഞ നോൺ ബാക്ക് ഫീഡിങ് സർട്ടിഫിക്കറ്റ് മാത്രം അവൈൽ ചെയ്തു. പക്ഷേ ഈ ജോലിക്ക് കയറുമ്പോൾ ഈ ലൈനിലെ സപ്ലൈ ഓഫ് ചെയ്തിട്ടില്ല. മാത്രമല്ല സബ് എഞ്ചിനീയർ ഈ സ്ഥലത്ത് എത്തിയിട്ടുമില്ല. സബ് എഞ്ചിനീയർ എത്തുന്നതിന് മുൻപ് തന്നെ മകനുമായിട്ട് വന്ന് ഈ കൃഷ്ണദാസ് ലൈനിലേക്ക് കയറിയതായിട്ടാണ് എൻ്റെ അന്വേഷണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതിലൊരു AB സ്വിച്ച് ഉണ്ട്. ആ AB സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇത് ഓഫ് ചെയ്ത കാരണത്താൽ വലത്തെ സൈഡിൽ സപ്ലൈ ഇല്ല. ആ ലൈൻ ഇദ്ദേഹം എർത്ത് ചെയ്യുകയാണ്. കാരണം ഇവിടെ ഒരു ഫോൾട്ടുണ്ട്. ആ ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ അതിനുവേണ്ടി ഈ ലൈൻ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഈ സബ്സ്റ്റേഷൻ്റെ ഇടയ്ക്കുള്ള ഈ DPക്കും സബ്സ്റ്റേഷൻ്റെ ഇടയ്ക്കുള്ള ലൈൻ എർത്ത് ചെയ്യുന്ന പണികളാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ഫേസ് ഇദ്ദേഹം എർത്ത് റോഡിലേക്ക് കണക്റ്റ് ചെയ്തു. എന്നിട്ട് ആ DPയുടെ മുകളിലൂടെ ഇദ്ദേഹം അപ്പുറത്തെ സൈഡിലേക്ക് നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്താണ് ഇപ്പുറത്തെ സൈഡിൽ സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പുള്ളിക്ക് അറിവില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. എങ്ങനെയായാലും ഇപ്പുറത്തെ ആ മെയിൻ സബ്സ്റ്റേഷൻ്റെ സൈഡിൽ സപ്ലൈ ഉണ്ടായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ശരീരം അവിടെ ഉടക്കി ഷോക്കടിക്കുന്നു. ഉടനെ തന്നെ സബ്സ്റ്റേഷനിൽ അത് എർത്ത് ഫോൾട്ടിൽ സപ്ലൈ കട്ടാവുന്നു. അങ്ങനെ ഈ ലൈനിൽ കാലുടക്കി ഇദ്ദേഹം താഴേക്ക് തലകീഴായി വീഴുന്നു. തറയിൽ വീഴുന്നില്ല, അവിടെ തൂങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ സബ്സ്റ്റേഷനിൽ നിന്നും ഈ സബ് എഞ്ചിനീയർ ഓൺ ദ വേയിലായിരുന്നു. ആ സബ് എഞ്ചിനീയർ ഓൺ ദ വേയിലായിരുന്ന സബ് എഞ്ചിനീയറെ ഇവർ വിളിച്ചു പറയുന്നുണ്ട് അവിടെ എർത്ത് ഫോൾട്ടായി. സാധാരണ എർത്ത് ഫോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ, ഇതുപോലെ ഒരു ലൈനിൽ ഫോൾട്ട് വന്നാൽ ഈ സബ്സ്റ്റേഷനിൽ ബന്ധപ്പെട്ട സബ്സ്റ്റേഷനിൽ ഉടനെ അത് ടെസ്റ്റ് ചാർജ് ചെയ്യും. പക്ഷേ ഇവിടെ ടെസ്റ്റ് ചാർജ് ചെയ്യുന്നതിന് മുൻപ് ഇവർ ഈ സബ് എഞ്ചിനീയറെ വിളിച്ചു. അപ്പോൾ സബ് എഞ്ചിനീയർ ഡയറക്ഷൻ കൊടുക്കുന്നു ടെസ്റ്റ് ചാർജ് ചെയ്യരുതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ വീഴ്ച ആരുടെ ഭാഗത്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. ഈ സബ് എഞ്ചിനീയർ സ്ഥലത്ത് എത്താതെ ഇദ്ദേഹം ലൈനിൽ കയറിയതൊരു വീഴ്ചയാണ്. കാരണം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട സൂപ്പർവൈസേഴ്സ് താഴെ നിന്ന് അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കണം. മാത്രമല്ല, ഒരു ഉദാഹരണം, ഇവിടെ AB സ്വിച്ച് ഓഫ് ചെയ്താലും ഇങ്ങനെയുള്ള ലൈനിലെ മെയിൻ്റനൻസ് നടത്തുമ്പോൾ ആ 3 പിന്നുകളും കറക്റ്റായിട്ട് വിട്ടോ എന്നുള്ളതൊക്കെ കണ്ണുകൊണ്ട് നോക്കി ബോധ്യപ്പെട്ടിട്ട് മാത്രമാണ് ഇതിൽ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെയൊന്നും ഇതിൻ്റെ അകത്തൊരു സൂപ്പർവിഷൻ നടന്നതായിട്ട് കാണുന്നില്ല. ഇതിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബന്ധപ്പെട്ട AE 110 kV സബ്സ്റ്റേഷനിൽ നിന്ന് പെർമിറ്റ് എടുത്തതുമില്ല. അവിടെയൊക്കെ എന്തൊക്കെയോ വീഴ്ചകളുണ്ട്. എങ്ങനെയായാലും ഒരു മനുഷ്യജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. വലിയൊരു തെറ്റാണ് ആരുടെ സൈഡിലായാലും. അപ്പോൾ കൃത്യമായി പെർമിറ്റ് എടുത്ത് നമ്മൾ ലൈൻ മെയിൻ്റനൻസ് നടത്തുക. അതുപോലെ ഈ വാർത്തകളിൽ ശ്രദ്ധിച്ച മറ്റൊരു പോയിൻ്റ്, ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ ഇടതുവശം തീ പിടിച്ചിട്ടുണ്ടെന്ന് കണ്ടു. സാധാരണ 11 kV ആയാലും 33 kV ആയാലും നമുക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ പൊള്ളലേൽക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഇടത് ഷർട്ട് തീ പിടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇദ്ദേഹത്തിന് ഇടതുവശത്തു കൂടി കറണ്ട് പോയി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലൂടെ കറണ്ട് പോയി എന്നാണ്. പക്ഷേ ഞാൻ തിരക്കിയിടത്തോളം മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വലത്ത് ഭാഗത്താണ് പൊള്ളലേറ്റതെന്നാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം സംഭവ സ്ഥലത്ത് വെച്ച് ഇത് മാരകം ആകാതിരുന്നത്. കാരണം ഇടതുവശത്താണ് പൊള്ളലെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയത്തിലൂടെ കറണ്ട് പോവും.
ആൾ മരണപ്പെടുകയും ചെയ്യും. അപ്പോൾ രക്ഷപ്പെടുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ പൊള്ളൽ ഒരു ലിമിറ്റിന് അപ്പുറത്തായതുകൊണ്ടാകാം ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. ഈ 33 kV ലൈൻ എന്ന് പറയുമ്പോൾ സാധാരണ ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഈ ട്രാൻസ്മിഷൻ വിങ് ആണ്. അത് സപ്ലൈ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്ട്രിബ്യൂഷൻ വിങ്ങിന് കൈമാറി കൊടുക്കും. എന്നിട്ട് സപ്പോസ് ഈ ലൈനിൽ ഒരുപാട് ഇലക്ട്രിക്കൽ സെക്ഷൻസ് ഉണ്ടെന്നിരിക്കട്ടെ, ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഉണ്ടെങ്കിലും ഈ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ, അതായത് ഇവിടെ 33 kV സബ്സ്റ്റേഷനിൽ ആ ഭാഗം ഉൾക്കൊള്ളുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ ആരാണോ അവർക്കാണ് ഈ ലൈനിൻ്റെ മൊത്തമായിട്ടും മെയിൻ്റനൻസ് എന്നും ആണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ ആൾ തന്നെ ആയിരിക്കാം ഈ ബന്ധപ്പെട്ട ജോലിക്കാരൻ. അപ്പോൾ ഈ ബന്ധപ്പെട്ട സബ് എഞ്ചിനീയറും എയും എല്ലാം ആ ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ ആൾക്കാരായിരിക്കണം. അപ്പോൾ അവർക്ക് അല്പം വീഴ്ച ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറും മറ്റ് അധികാരികളും ഇത് അന്വേഷിച്ച് കൃത്യമായി അതിൻ്റെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ അത് ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാനുൾപ്പെടെ എല്ലാവരും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അപകടത്തെപ്പറ്റി അനലൈസ് ചെയ്യുന്നതും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതും. ഈ അപകടത്തിൽ ബന്ധപ്പെട്ട സുരക്ഷാ മാർഗങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല. സപ്ലൈ കൃത്യമായി ഓഫ് ചെയ്തിട്ടില്ല. ഈ അപകടത്തെപ്പറ്റിയുള്ള ഈ ചെറിയ വിവരണവും അതിൻ്റെ സുരക്ഷാ വീഴ്ചകളും സംബന്ധിച്ച ഈ മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.